ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥത്തിന്റെ പേരെന്താണ്? അളകനന്ദ. കാലാവസ്ഥാ പഠനത്തിനായി ബെലറൂസ് പറത്തുന്ന ബലൂണുകൾ കൊണ്ട് സഖികെട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അയൽരാജ്യം ലിത്വാനിയ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യയിലെ ആഘോഷം ദീപാവലി. 2025 വ്യക്തിയായി അമേരിക്കൻ മാഗസിനായ ടൈം തിരഞ്ഞെടുത്തത് ആരെയാണ്? എയുടെ ശില്പികളെ. ഡിസംബർ 12 അന്തരിച്ച ശിവരാജ് പാട്ടിൽ കേന്ദ്ര മന്ത്രിസഭകളിൽ ഏതെല്ലാം വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്? ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിൽ പ്രതിരോധം, സിവിൽ ഏവിയേഷൻ, ആഭ്യന്തര വകുപ്പുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. നവനീത് കുമാർ സെഹ്ഗാൾ അടുത്തിടെ ഏത് പദവിയാണ് രാജിവെച്ചത്? പ്രസാർ ഭാരതി ബോർഡ് ചെയർമാൻ. ഡിസംബർ 5 അന്തരിച്ച ഫ്രാങ്ക് ഹെഗ്രി ഏത് നിലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ്? വാസ്തുശില്പി. സായുധസേന പതാക ദിനം എന്നാണ്? ആംഡ് ഫോഴ്സ് ഫ്ലാഗ് ഡേ എന്നാണ്? ഡിസംബർ 7. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആയി നിയമിതനായ ആദ്യ മലയാളി PR രമേശ്. ന്യൂയോർക്ക് ടൈംസിന്റെ 2025 സ്റ്റൈൽ പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ. ലണ്ടനിലെ വേൾഡ് ഓഫ് ബുക്ക് റെക്കോർഡിംഗ്സിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പേരാണ് ഇടം പിടിച്ചത്? നിതീഷ് കുമാർ. അദ്ദേഹം ബീഹാറിലെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ന്യൂയോർക്ക് ടൈംസിന്റെ 2025 സ്റ്റൈൽ പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് വിലക്കുന്ന ആദ്യ രാജ്യം? ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ്? ഡിസംബർ 11. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷികളുടെ ശാരീരിക ശാക്തീകരണത്തിനുള്ള 2025 ദേശീയ പുരസ്കാരങ്ങളിൽ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം നേടിയ മലയാളി തൃശൂർ സ്വദേശിയായ ശ്രേയസ് കിരൺ.